ഇതൊന്ന് പറയണം അവരുടെ മറ്റേ പുഴ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ പോയത് തോട്ടുമുക്കം പനമ്പിലാവ് പുഴയിൽ കൂടെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുഴ മാറിയിട്ടുണ്ട്. ഇത് വെറ്റിലപ്പാറ, ഓടക്കയം വെറ്റിലപ്പാറ കിണറടപ്പ് വഴിക്കുള്ള ആ പുഴയാണിത്. പക്ഷേ പുഴ എന്ന് പറയുമ്പോഴും ചെറിയതാണ് കേട്ടോ, ചെറിയ പുഴയാണ്, എന്നാലും ആ പുഴയാണിത്. നമ്മളിപ്പോൾ പോകുന്നത് കിണറടപ്പ് വെറ്റിലപ്പാറ. ഇതാ പുഴ മെലിഞ്ഞ് മെലിഞ്ഞ് വയറെട്ടി കിടക്കുന്നു. ഇനി ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കം ഈ പുഴകളെ വൃത്തിയാക്കി ശുദ്ധമാക്കി കൊണ്ട് മാറും. ഈ മാലിന്യങ്ങളെല്ലാം കുത്തിയൊഴുകി ഒലിച്ചു പോകും. നദീതീരത്തെ മരങ്ങളിൽ നിന്നും വീണ പുഷ്പാലങ്കൃതമായ പരവതാനി വിരിച്ച തീരം വളരെ മനോഹരമാണ്. വെള്ളത്തിന് ഒരു എണ്ണപ്പാട സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പൂക്കൾ വീണ് മലിനമായത് കാരണമാകാം. എൻ്റെ ഭാര്യ സുജാതയുടെയും അതുപോലെ തോമസിൻ്റെ ഭാര്യ ശാന്തമ്മയും ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു കേട്ടോ. ഈ യാത്ര അത്ര സുഖകരമല്ല, അപകടം പിടിച്ചതാണ്. കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഈ പോകുന്ന ഓടക്കയം എന്ന സ്ഥലത്ത് സർക്കാർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ അങ്കണത്തിൽ മുറ്റത്ത് കാട്ടാന വന്നിരുന്നു. പക്ഷേ മനുഷ്യരാരെയും ഉപദ്രവിച്ചില്ല. അവിടെ പറമ്പിലുള്ള പ്ലാവിൽ നിന്നും നല്ല പഴുത്ത ചക്ക പറിച്ച് തിന്ന് വയർ നിറച്ച് അവൻ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. എന്നാലും കാണുമ്പോൾ അതൊരു ഭീകരാവസ്ഥയായിരുന്നു. കാട്ടാനകൾക്ക് പറ്റിയ കേന്ദ്രമാണ് ഈ ഭാഗം. ധാരാളം ഭക്ഷണമായി ഓടയുടെ ഇലകൾ, അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം, തെളിനീർ, പിന്നെ ഇരുകരകളിലുമുള്ള കൃഷിത്തോട്ടങ്ങളിലെല്ലാം ധാരാളം ചക്ക, മാങ്ങ, ഫലവൃക്ഷങ്ങൾ ഉള്ളതിനാൽ ആനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. തോട്ടുമുക്കം പുഴയേക്കാൾ വീതി കുറഞ്ഞ ഇടുങ്ങിയ പുഴയാണ് ഈ ഓടക്കയം ഭാഗത്തേക്കുള്ള ഈ ചെറുപുഴ. എന്നാലും കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിയ ഒരു സ്വിമ്മിംഗ് പൂൾ, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കലങ്ങിയിട്ടുണ്ട്. ഇതാരാണ് കുളിച്ചു പോയതെന്ന് മനസ്സിലായോ? അതെ, പന്നി കൂട്ടങ്ങളായിട്ട് വരികയാണ് ചെയ്യുക, ചെറുതും വലുതും എല്ലാവരും കൂടി. എന്നിട്ട് ഇതിൽ ഉള്ള ചെളിയിലാണ് അവ. ശുദ്ധമായ വെള്ളം കണ്ടാലും അവയ്ക്ക് ചെളിവെള്ളം മതി എന്നാണ്. അതിൽ കുളിച്ച് നീരാടി സന്തോഷത്തോടെ കാർഷിക പറമ്പിലേക്ക് നീങ്ങും. ഇപ്പം പോയിട്ടുള്ളൂ. കലങ്ങിയ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചോ? പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അതും നമ്മളെ ആക്രമിക്കുന്ന ഒരു ജീവി തന്നെയാണ്. പന്നിക്കൂട്ടത്തിൻ്റെ ഒക്കെ മുന്നിൽ പെട്ടാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും. എന്തായാലും
ഞാനും തോമസും ഒരു ആമസോൺ നദി കീഴടക്കിയ സന്തോഷവും സംതൃപ്തിയോടെയും കൂടിയാണ് ഞങ്ങളീ നടക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമാണ്. വികാര നിർഭരമായ അന്തരീക്ഷം. AC-യേക്കാൾ സുഖകരമായ തണുപ്പേകുന്ന കുളിരേകുന്ന കാടുകളിലേക്കുള്ള യാത്ര തന്നെ മനോഹരമാണ്, സന്തോഷപ്രദമാണ്. നമുക്കെപ്പോഴും മനസ്സിൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. പല ഭാഗങ്ങളിലും സ്ലിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, വഴുക്കുന്നുണ്ട്. അടിയിലുള്ള പാറകൾ ചവിട്ടുമ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ പറയാൻ വിട്ടുപോയതല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കും. പാമ്പിന് വസിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ആ മരക്കൂടിനുള്ളിലേക്ക് അങ്ങ് പോയാലുണ്ടല്ലോ, നല്ല AC ശീതളയിൽ കിടന്നുറങ്ങാം പാമ്പുകൾക്ക്. ഇവിടെയും പന്നി നീരാടി പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഈ നദീതീരങ്ങൾ പാമ്പിനാൽ സമൃദ്ധമാണ് കേട്ടോ. ധാരാളം പാമ്പുകളുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ എലികളെയും മറ്റും പിടിച്ച് തിന്നാൻ ധാരാളം സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. ഞങ്ങൾ കഴിയുന്നതും വെള്ളത്തിൽ കൂടി നടക്കാൻ കാരണം തന്നെ ഈ പാമ്പുകളെ പേടിച്ചിട്ടാണ്. മൂർഖൻ പാമ്പുകളും പെരുമ്പാമ്പുകളും ഒക്കെ ഈ ഭാഗങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് ഒരു മലമ്പ്രദേശമായതിനാൽ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ പിടിച്ച് എടുക്കുന്ന പാമ്പുകളെ ഇവിടേക്ക് തുറന്നു വിടുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഈ വെറ്റിലപ്പാറ, ഓടക്കയം ഭാഗങ്ങളിലെല്ലാം ധാരാളം പാമ്പുകൾ ഉണ്ടെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇവിടെയെല്ലാം മരങ്ങളുടെ അടിവേരിനരികെ ധാരാളം പൊത്തുകളും മാളങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എലികളും കുറുക്കന്മാരും അതുപോലെ പന്നികളും ഒക്കെ അവയുടെ എല്ലാം സഹവാസ കേന്ദ്രമാണിവിടെ. ഞങ്ങൾ മനഃപൂർവ്വമാണ് വെള്ളത്തിൽ കൂടി സൗണ്ട് ഉണ്ടാക്കി പോന്നിരുന്നത്. ഇവിടെ വെള്ളം കുറവാണ്. നോക്കൂ, പൊത്തുകൾ നോക്കിയേ. ഈ മരത്തിൻ്റെ താഴെ കണ്ടോ, വലിയ പെരുമ്പാമ്പുകൾ, ചേരകൾ, അതുപോലെ മൂർഖൻ പാമ്പുകളൊക്കെ, കരിമൂർഖനെല്ലാം ഇവിടെ കണ്ടുവരുന്നുണ്ട്. തേങ്ങ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട് കേട്ടോ. പന്ത് കളിക്കാം ചെയ്യാം. ഈ വേരുപടലങ്ങൾക്കുള്ളിലെ മാളങ്ങൾ പോലെ തന്നെ പുഴയിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലയുടെ അടിഭാഗത്തും കിടക്കുക പാമ്പിൻ്റെ ഒരു സ്വഭാവമാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്. പാട്ട് ഓർക്കുകയാണ്. മാളങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ.
ദാ ഒരു പാമ്പ് ദാ തൂങ്ങി നിൽക്കുന്നു. നോക്കൂ നോക്കൂ, കണ്ടോ? ഒരു വള്ളി പോലെ ഒരു പാമ്പ് മരത്തിൽ നിന്നും തൂങ്ങി നിൽക്കുകയാണ് ഇവിടെ. ദാ അതിന് പറ്റിയ മരക്കൂട്ടം, മരവേരുകൾ. ദാ നോക്കൂ നോക്കൂ നോക്കൂ, അല്ല സിനിമയിലൊക്കെ തൂങ്ങി നിൽക്കുന്ന പാമ്പിനെ പോലെ ഉണ്ട്. പക്ഷേ ഇത് പാമ്പല്ല. അല്ല അതിൻ്റെ മുഖമെല്ലാം അതാ